നിങ്ങൾ വാട്സാപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്തു വെക്കാറുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ബാക്കപ്പ് ചെയ്തു വെക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെസ്സേജുകൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ടാകും. ചില ഡോക്യുമെന്റുകൾ, ചില വീഡിയോസുകൾ, ഓഡിയോസുകൾ, വോയിസ് നോട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ഇത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാക്കപ്പ് ചെയ്തു വെക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാട്സാപ്പിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടാലും തിരിച്ചു കിട്ടും എന്നതിൻ്റെ വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മളിങ്ങനെ ബാക്കപ്പ് ചെയ്തു വെക്കുന്നത്. ഈ ഒരു ബാക്കപ്പ് ചെയ്തത് എത്രത്തോളം സുരക്ഷിതമാണ്? ഇതൊരിക്കലും നഷ്ടപ്പെടില്ലേ? തീർച്ചയായിട്ടും ഞാൻ ഈ കാണിക്കുന്ന ഒരു സെറ്റിങ്സ് നിങ്ങൾ വാട്സാപ്പിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തു വെച്ച എല്ലാ മെസ്സേജുകളും നഷ്ടപ്പെടും. പല ആളുകളും ഇതുപോലുള്ള ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സെറ്റിങ്സുകൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങളുമായിട്ട് സമർപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗമുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ കളറിൽ ചാറ്റ് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കപ്പ് ചെയ്യാനുള്ള പ്രോഗ്രസ് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രമേ ഇത് ബാക്കപ്പ് നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു മെയിൽ ഐ ഡി നിങ്ങളുടെ മൊബൈലിൽ ലോഗിൻ ആയിട്ടുള്ള മെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതേ മെയിൽ ഐ ഡി നിങ്ങൾ മറ്റേതെങ്കിലും ഡിവൈസിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ബാക്കപ്പ് ചെയ്തത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യാം, അത് അവർക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഓട്ടോമാറ്റിക് ബാക്കപ്പ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്കപ്പ് നടക്കും. നമുക്കിപ്പോൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻക്ലൂഡ് വീഡിയോ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാക്കപ്പിൽ നിങ്ങളുടെ വീഡിയോയും ഉൾപ്പെടും. അതുപോലെ തന്നെ ഇവിടെ ബാക്കപ്പ് യൂസ് സെല്ലുലാർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബാക്കപ്പ് നടക്കുകയും ചെയ്യും. ഇവിടെ കണ്ടോ, താഴെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന ഭാഗത്ത് ഓഫിലാണ് ഉള്ളത്. ഇത് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതെങ്കിലും രൂപത്തിൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ബാക്കപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് ഡിലീറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓൺ ചെയ്യുക, ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ക്രിയേറ്റ് പാസ്വേഡ്, അതുപോലെ തന്നെ യൂസ് 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 64 ഡിജിറ്റ് ഒന്നും ഓർമ്മിച്ച് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിയേറ്റ് പാസ്വേഡ് എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 ഡിജിറ്റ് ആണ് നമുക്കിപ്പോൾ പാസ്വേഡ് സെലക്ട് ചെയ്യേണ്ടത്. അതിലിപ്പോൾ നമ്മൾ 1 2 3 എന്നൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ലെറ്റർ കൂടി നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1 2 3 4 5 എന്ന് എൻ്റർ ചെയ്തു. ഇവിടെ ഒരു ലെറ്ററും കൂടി എൻ്റർ ചെയ്തു. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം കണ്ടു. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതേ പാസ്വേഡ് നമുക്കൊന്ന് കൂടി റീ എൻ്റർ ചെയ്യാം. എന്നിട്ട് ഇവിടെ ലെറ്ററും കൂടി എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ കണ്ടോ, ക്രിയേറ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ട്. ഇപ്പോൾ പാസ്വേഡ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ക്രിയേറ്റ് എന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്യാം. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ പാസ്വേഡ് ഇപ്പോൾ ഇവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 100% ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ താഴെ ബാക്കപ്പ് എന്ന ഭാഗത്ത് ഇവിടെ ഓണിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് മറ്റേതെങ്കിലും മൊബൈലിൽ നിങ്ങൾ തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാക്കപ്പ് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു പാസ്വേഡ് നമുക്ക് മാറ്റാനും അതുപോലെ തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്തിടാനും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ ടേൺ ഓഫ്. ഓക്കെ, പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ടേൺ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഇനി മറന്നുപോയി കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴോ ഇത് ക്രിയേറ്റ് ചെയ്തായിരിക്കും, മറന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പിൻ നമ്പർ അല്ലെങ്കിൽ ഇവിടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ഐ ഡി, ഞാനിപ്പോൾ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ബാക്കപ്പ് ചെയ്തത് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റാർക്കും നിങ്ങളുടെ ബാക്കപ്പ് ആക്സസ് ചെയ്യാൻ ഒരിക്കലും തന്നെ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.